നിക്ക് ഒരാളോടുണ്ട്. താഴോട്ട് വാ ലിഫ്റ്റ്. അവൾക്കൊരു സംശയം വരാത്ത രീതിയിൽ വേണം അയ്യപ്പനോട് നിൽക്കാൻ. സ്പ്രേ ചെയ്താൽ ഉടൻ അവൾ അയ്യപ്പന്റെ മേലേക്ക് മയങ്ങി വീഴും. പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം 5th ഫ്ലോറിലേക്ക് അവളെ കൊണ്ടുവരാൻ. ഇവനെന്ത് പറ്റി? എന്ത് പറ്റിന്ന് അറിയില്ല. അയാള് പെട്ടെന്ന് തല ചുറ്റി വീണു. സിസ്റ്ററിനൊന്നും പറ്റിയില്ലല്ലോ. What? വേറെ പ്രശ്നം എന്തെങ്കിലും? എന്ത് പ്രശ്നം? ഇതൊന്ന് മണത്ത് നോക്കിയേ. Very nice. We are from fragrance perfumery. ഇതൊന്ന് മണത്ത് നോക്കിയേ. ഇന്ന് കാണിച്ചു തരാടാ. ഇങ്ങോട്ട് തുറക്ക്. ഇതെന്താ സാധനം? നല്ല സ്പ്രേ. എവിടെ? Come on, follow them. പോളെ ആ ടിവിയുടെ ഒച്ച ഒന്ന് കുറച്ചു വെക്കി. അപ്പച്ചന്റെ കോൺസെൻട്രേഷൻ കിട്ടണില്ല. ഓ, ഈ അപ്പച്ചന്റെ ഒരു കാര്യം, കാശ് കൊടുക്കാനുള്ളവരുടെ പേരും നാളും എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കോൺസെൻട്രേഷൻ ഒക്കെ മതി. ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് തന്നെ. കടക്കാരുടെ ചീത്ത വിളി കേട്ട് ചെവിക്കല്ല് തകർന്നിരിക്കുമ്പോഴാ നിന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു എല്ലാം കൂടി വാരിയിട്ട് കത്തിക്കും ഞാൻ. നോക്കിക്കോ. നിങ്ങൾക്ക് എന്താ വട്ട പിടിച്ചോ? അതേടി, എനിക്ക് മുഴുത്ത വട്ട. അത് ശരിയാ കർത്താവേ, ഞാൻ ചങ്ക് തുറന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ. എനിക്ക് ഈ കുരിശുകളെ ചുമക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് നരകത്തിലേക്കാണെങ്കിലും എന്നെ ഒന്ന് കെട്ടിയെടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തരണേ എന്റെ കർത്താവേ. ചെറിയൊരു തമാശ പറഞ്ഞപ്പോ കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുത്താ. കർത്താവെ, ആരാ ഈ നേരത്ത്? കടക്കാര്, അല്ലാണ്ടാരാ ഈ നേരത്തെ തേടി വരാൻ? ഓടപട്ടി മോളെ, നീ കഥകൊന്ന് തുറന്നു നോക്ക്. എനിക്ക് വയ്യ. അപ്പച്ചന് വേണമെങ്കിൽ പോയി തുറക്കും. ഒന്നില്ലെങ്കിൽ ആ കുരിയച്ചൻ, അല്ലെങ്കിൽ പുന്നൂസ്. കർത്താവെ, ഡെയിലി എത്രയോ പേര് എലിപ്പനി പിടിച്ച് മിടി വെട്ടിയും ചാവണം. കൂട്ടത്തിൽ ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെങ്കിലും നിനക്ക് പരിഗണിച്ചൂടെ? അതെ, ആ വാതിലൊന്ന് പോയി തുറക്കോ? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ശമ്പളക്കാരി ഇങ്ങനെ ആരെങ്കിലും ഒരാള് എന്റെ കൂടെ ധൈര്യത്തിനൊന്ന് വരൂ. ഒരെണ്ണം വരില്ല പിശാചുക്കള്. കൈനക്കാരുടെ പോലെ ഉണ്ടല്ലോ.
അയ്യോ, എന്താ വേണ്ടേ? അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതൊക്കെ പറയാതെ കുറച്ചു ദിവസം ഞങ്ങളുടെ കൊള്ളടിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാം ഞാൻ തോന്നി കാണിച്ചു തരാം. ഒന്നും കൊള്ളയടിച്ച് എവിടെ രക്ഷപ്പെട്ടോ? ഇതെന്താ? വിട്. അത് ശരി, ഇതിവിടെ പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാര്യം ഞാനൊരു കടക്കാരനാണ്, ദരിദ്രവാസിയാണ്. എന്റെ കയ്യിലൊന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇതിനൊക്കെ പറ്റിയ ഹോട്ടലുകൾ പുറത്തുണ്ട്. നീ എന്താ കളിക്കടാ? എന്ത്? പ്ലീസ് പപ്പനെ ഒന്നും ചെയ്യല്ലേ, പ്ലീസ് പപ്പനെ വിടും പ്ലീസ്. ഏയ്, 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 നീ get up. ആരാ നിങ്ങള്? Why you people bring me here? Who the hell are you? മിണ്ടരുത്, നിന്നെ ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തോ? Kidnapping? അതെ, കിഡ്നാപ്പിംഗ്. Sure? Really? I can't believe അയ്യേ, this. ഈ പെണ്ണെന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിർത്തടി, അധികം സ്മാർട്ട് ആവല്ലേ. നിങ്ങൾ എന്തായി കാണിക്കണേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് താൻ തരണ്ട. അപ്പോ ശരിക്കും കിഡ്നാപ്പിംഗ് ആയിരുന്നു അല്ലേ? Yeah, but I think എന്തിനാ അവർ ഇവിടേക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നെന്നാ? അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടാ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു കയറാൻ തോന്നിയല്ലോ എന്റെ ദൈവമേ. അതൊക്കെ ഒരു ഭാഗ്യടി അമ്മണി. എനിക്കിപ്പോ ബെസ്റ്റ് ടൈമാ. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ജപ്തി നോട്ടീസൊക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ഈ കോള് വന്ന് പെട്ടത്. അതൊക്കെ പോട്ടെ, കുട്ടി ഏതാ? ഞാൻ ശ്രേയ ശങ്കർ, കോൺട്രാക്ടർ ജയശങ്കറിന്റെ മകൾ. ജയസ് ഗ്രൂപ്പിന്റെ MD ജയശങ്കറിന്റെ മോളാ? അതെ. ഡാഡി അറിയാമോ? നേരിട്ട് പരിചയമില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ, നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയും ദേവസ് കുട്ടിക്ക് ഇപ്പൊ ശുക്രദശയാണ്. ദൈവം സഹായിച്ച് ഞാനിപ്പോ ഇങ്ങനെയായി. നമ്മളിനെ എന്ത് ചെയ്യൂ ചയാ? നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്റെ അമ്മണി. ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തോളും. നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാം. നാളെ ഉണരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. ഇയാളിത് എവിടെ പോയി കിടക്കും? കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല. ജന്തു ഹലോ, ജയശങ്കർ വീടല്ലേ? ഹലോ, ഹലോ. ജയശങ്കറിന്റെ വീടല്ലേ? അതെ. ഫോണൊന്ന് ജയശങ്കറിന് കൊടുക്കാവോ? ചേട്ടൻ സ്ഥലത്തില്ല, ദുബായിലാ. ആരാ സംസാരിക്കുന്നത്? പറയാം. നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. What? What do you say? നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? എന്റെ മോള് ശ്രേയ. മാഡത്തിന് വിശ്വാസം ആയില്ലല്ലേ? മോളോട് തന്നെ സംസാരിക്കേ. നിന്റെ മമ്മിയാ? ഫോണിങ്ങ് താടോ. ഫോണൊക്കെ തരാം. ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം. അല്ല, അതാണല്ലോ എന്റെ ഒരു രീതി. Give me. ഗീവ് ഒക്കെ ചെയ്യാം, പക്ഷേ കിഡ്നാപ്പിന്റേതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ ആദ്യം ഒന്ന് കരടി. അമ്മണി, എന്താ ചയാ? അവന്റെ കിടാമണ്ടി പൊട്ടിന്ന് തോന്നണേ. എന്റെ വയ്യോ, അവളെ എന്റെ എല്ലാം ചവിട്ടി പൊട്ടിച്ച് ദർവേ കുജേ. ഓ അമ്മേ. വിട്, മോളെ, വിട്, എന്നെ വിട്. എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? ചേച്ചി, why are you torturing me? എന്താ
അയ്യോ